അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളും, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട മുഖ്യമായ അല്ലാഹുവിൻ്റെ നാമം, അല്ലാഹുവിൻ്റെ പേര് ദിവസവും ചൊല്ലുന്നവരാകണം. അസ്മാഉൽ ഹുസ്ന ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ലഭിക്കും. അല്ലാഹുവിൻ്റെ മഹത്തായ പേരിന് വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളാണുള്ളത്. ഓരോ ഇസ്മുകൾക്കും വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളാണ് മഹാന്മാർ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും പവർഫുള്ളായ ഒരു ദിക്റാണ് ലത്തീഫ് എന്ന അല്ലാഹുവിൻ്റെ നാമം. ധാരാളം വട്ടം ലത്തീഫ് എന്ന ഇസ്മിന്റെ മഹത്വത്തെക്കുറിച്ച് അറിയിച്ചതാണ്. അത് പകർത്താനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ. വീണ്ടും ഉണർത്തുന്നു, ലത്തീഫ് എന്ന ദിക്ർ മഹാന്മാർ പറയുന്നു, ഒരാൾ 129 തവണ നിത്യമാക്കിയാൽ, ദിവസവും ചൊല്ലിയാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന മഹത്വങ്ങൾ വല്ലാത്ത അത്ഭുതം. ഒരുപാട് മഹത്വങ്ങൾ, അതിൽ എണ്ണപ്പെട്ട ചെറിയ മഹത്വങ്ങൾ, അതായത് ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന് ലഭിക്കുന്ന മഹത്വങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളൊരു ഒരു ഗുണമാണ് ലത്തഫുല്ലാഹു ബിഹി ഫീ ഉമൂരി. അവന്റെ സർവ്വ പ്രവർത്തനങ്ങളിൽ, അവന്റെ സർവ്വ കാര്യങ്ങളിൽ, അവൻ ചെയ്യുന്ന ഓരോ ബിസിനസ് ആയാലും, അവന്റെ പോക്ക് വരവുകൾ, അവന്റെ ഇരുത്തം, അവന്റെ ഓരോ കാര്യങ്ങൾ, അവന്റെ ഓരോ പ്ലാനിങ്ങുകൾ, അവൻ ചെയ്യുന്ന ഓരോ വിഷയങ്ങൾ, എല്ലാത്തിലും അള്ളാഹുവിന്റെ ലുത്തുഫുണ്ടാകും. ലുത്തുഫിന്റെ നോട്ടമുണ്ടാകും, ദയയുടെ നോട്ടം. അള്ളാഹുവിന്റെ ലുത്തുഫിന്റെ നോട്ടം ഒരാളിൽ പതിഞ്ഞാൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പിന്നെ വേറെ ഒരു മാർഗവും ആവശ്യമില്ല. അള്ളാഹുവിന്റെ ലുത്തുഫിന്റെ നോട്ടം നമുക്ക് ലഭിക്കണം. അള്ളാഹുവിന്റെ ലുത്തുഫിന്റെ നോട്ടം ലഭിച്ചാൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും വിജയമുണ്ടാകും, സക്സസ് ഉണ്ടാകും. അദ്ദേഹത്തിന് മനസ്സിന് സമാധാനം മുഖ്യവും ഉണ്ടാകും. അതേപോലെ തന്നെ വസീക ലഹു റിസ്ഖുൽ ഹസൻ, നല്ല സമ്പാദ്യം അവന് അല്ലാഹു തആല കൊടുക്കും. ഹലാലായ സമ്പത്തിന് ലഭിക്കാനുള്ള വഴി അല്ലാഹു തആല തുറന്നിട്ട് കൊടുക്കും. ഈ ഇസ്മ പതിവാക്കി വന്നാൽ നമ്മുടെ ബഹുമാനികൾ ജീവിതത്തിൽ വല്ലാത്ത അത്ഭുത നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാൻ, മരിച്ചതിന് ശേഷം സന്തോഷത്തോടു കൂടെ സ്വർഗപ്രവേശനം ലഭിക്കാൻ ഈ ദിക്ർ കാരണമാണ്. ഇതുകൂടെ ദിവസവും പതിവാക്കണം. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ദിക്ർ 129 തവണ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.